തോൽക്കുമെന്ന് ഉറപ്പുള്ള ഒരു മത്സരത്തെ വിജയത്തിലേക്ക് നയിക്കാൻ ഏതറ്റം വരെയും പോകുന്ന ഒരു പാർട്ടിയാണ് BJP. 100% വിജയിക്കുമെന്ന് ഉറപ്പുള്ള ഒരു മത്സരം എങ്ങനെ തോൽപ്പിക്കാമെന്ന് ഗവേഷണം നടത്തുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. ഇന്നലെ ഹിമാചൽ പ്രദേശിൽ നടന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ഒരുപക്ഷെ ഇതാണ് ചൂണ്ടിക്കാട്ടുന്നത്. 40 MLA-മാരെ ഒപ്പം നിർത്താൻ കഴിയാത്ത ഒരു പാർട്ടിയായി കോൺഗ്രസ് മാറിയിരിക്കുന്നു. ഹിമാചൽ പ്രദേശിൽ എന്താണ് സംഭവിച്ചത്? രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ഉറപ്പായി ജയിക്കുമെന്ന് വിശ്വസിച്ചിരുന്ന കോൺഗ്രസിൻ്റെ അഭിഷേക് മനു സിംഗ്വി പരാജയപ്പെടുന്നു. ഇപ്പോൾ സർക്കാർ തന്നെ പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു സാഹചര്യം. അനൂപ്, എന്താണ് ഹിമാചലിൽ നടന്നത്? ഹിമാചലിൽ കഴിഞ്ഞ യഥാർത്ഥത്തിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കോൺഗ്രസ്സിന് അധികാരം കിട്ടിയ അന്നു മുതൽ ആരംഭിച്ച പ്രശ്നം ഇന്ന് ഒരു പൊട്ടിത്തെറിയിലേക്ക് മാറുകയാണ് ഉണ്ടായിട്ടുള്ളത്. 40 MLA-മാർ വിജയിച്ചു കോൺഗ്രസ്സിന്, 25 MLA-മാർ BJP-ക്ക്, 3 സ്വതന്ത്രർ. ആ സ്വതന്ത്രരിൽ 2 പേർ BJP റിബലാണ്. പക്ഷേ ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് സർക്കാരിന് പിന്തുണ കൊടുത്തു അവർ. ഇപ്പോഴത്തെ പ്രശ്നം 6 കോൺഗ്രസ് MLA-മാർ ഈ സർക്കാരിൽ മുഖ്യമന്ത്രിയിൽ അവിശ്വാസം രേഖപ്പെടുത്തുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, ഈ 6 MLA-മാർ അവർ ഒരേ റീജിയനിലുള്ള ആളുകളാണ്. അവർ കഴിഞ്ഞ ഒരു വർഷക്കാലമായി പലതവണ അധികാര കേന്ദ്രങ്ങളിലേക്ക് ഞങ്ങളെ കൂടി പരിഗണിക്കണം, ഞങ്ങൾക്ക് കൂടി വേണ്ടപ്പെട്ട പരിഗണന വേണം, ഞങ്ങളുടെ മേഖലയ്ക്ക് പരിഗണന വേണമെന്ന് മുഖ്യമന്ത്രിയോട് പലവട്ടം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ പരിഗണിക്കപ്പെട്ടില്ല. അതിലൊരു പ്രശ്നം, മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖു ഒരു ഗ്രൂപ്പിൻ്റെ നേതാവാണ്, കോൺഗ്രസ്സിലെ ഒരു ഗ്രൂപ്പിൻ്റെ നേതാവാണ് ഹിമാചൽ പ്രദേശിലെ. അത് ദേശീയ നേതൃത്വത്തിൽ സുഖുവിനെ താല്പര്യമുള്ള പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. ആ പ്രിയങ്കയുടെ ഒക്കെ താല്പര്യത്തിനനുസരിച്ചാണ് നേരത്തെ സുഖുവിനെ പരിഗണിച്ചത്. അപ്പം അധികാരത്തിലെത്തിയ ശേഷം സുഖു എല്ലാവരെയും പരിഗണിക്കുമെന്ന ഒരു ധാരണ ദേശീയ നേതൃത്വം ഉണ്ടായെങ്കിലും അതുണ്ടായില്ല. ക്യാബിനറ്റ് എക്സ്പാൻഷൻ നടന്നില്ല. ഇതിൽ വലിയ പ്രശ്നം ഈ 6 MLA-മാർക്ക് ഉണ്ടായിരുന്നു. അവസരം കാത്തുനിന്നു അവർ. രാജ്യസഭാ തെരഞ്ഞെടുപ്പ് വന്നു. കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളിൽ ഒരാളാണ് മനു അഭിഷേക് സിംഗ്വി. തോൽപ്പിച്ച് കൈ കൊടുത്തു. ഇതാണ് സംഭവിച്ചത്. ഇനിയിപ്പോൾ ഉള്ള പ്രധാനപ്പെട്ട പ്രശ്നം, ഈ 6 MLA-മാർ അപ്പുറത്ത് BJP-യോടൊപ്പം നിൽക്കുന്ന 3 സ്വതന്ത്ര അപ്പുറം പോയി 34-34 ഇപ്പോൾ പിന്തുണയുള്ളത്. ഇതെങ്ങനെ മറികടക്കാം, അതിജീവിക്കാം എന്നത് കോൺഗ്രസിന് വലിയ ബാലികേറ മലയായിരുന്നു. ഹിമാചൽ പ്രദേശിലെ അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലെ കോൺഗ്രസിൻ്റെ ഏക സർക്കാർ ഇല്ലാതാകുന്നു അല്ലെങ്കിൽ തകരുന്നു എന്നൊരു പ്രതീതി ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിൽ എത്രത്തോളം വസ്തുതയുണ്ട്? ഉത്തരേന്ത്യയിലെ വസ്തു പറഞ്ഞ പോലെ ഉത്തരേന്ത്യയിലെ ഏക കോൺഗ്രസ് സർക്കാരാണ്. അത് വളരെ ചെറിയൊരു സ്റ്റേറ്റാണ്. അത് നിലനിർത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് കോൺഗ്രസിന് അതിഭീകര തിരിച്ചടിയായിരിക്കും. അതിഭീകരം എന്ന് പറഞ്ഞാൽ ആ നിലയിൽ തന്നെയുള്ള വലിയ തിരിച്ചടിയായിരിക്കും. ഇതിനെ നിലനിർത്താൻ കോൺഗ്രസിന് മുന്നിലുള്ള ഒരു വഴി, ഇപ്പോൾ തെളിഞ്ഞു വരുന്ന ഒരു വഴി, ഈ വിമതരായ കോൺഗ്രസ് MLA-മാരിൽ ചിലർ പറയുന്നുണ്ട്, മുഖ്യമന്ത്രിയുമായിട്ടാണ് ഞങ്ങൾക്ക് പ്രശ്നം, പാർട്ടിയുമായി പ്രശ്നമില്ല, മുഖ്യമന്ത്രിയെ മാറ്റൂ, ഞങ്ങൾ പാർട്ടിയുമായി സഹകരിക്കാമെന്ന് ചില MLA-മാർ പറയുന്നുണ്ട്. പക്ഷേ അവർക്ക് എത്ര പിടിച്ചു നിൽക്കാൻ കഴിയും? അവരിപ്പോൾ നമ്മുടെ മുന്നിലുള്ള ഒരു കാഴ്ച, ഹരിയാനയിലെ പഞ്ച്കുലയിൽ നിന്ന് ഷിംലയിലേക്ക് അവർ വരുന്നത് ഒരു ഹെലികോപ്റ്ററിലാണ്. ആരാണ് ഇത് ഏർപ്പാടാക്കി നൽകുന്നത്? BJP ഭരിക്കുന്ന ഹരിയാനയിൽ ഒരു സേഫ് സോൺ ഈ 6 MLA-മാർക്കും 3 സ്വതന്ത്രർക്കും ഉണ്ടാക്കി കൊടുക്കുന്നത് ആരാണ്? BJP-ആണ്. BJP കൃത്യമായ രാഷ്ട്രീയ അട്ടിമറിക്ക് തയ്യാറെടുത്ത് കഴിഞ്ഞു. ഹിമാചലിൽ BJP പറയുന്നു 2 മന്ത്രിമാർ കൂടി, 5 MLA-മാർ കൂടി കോൺഗ്രസിൽ നിന്ന് ഞങ്ങളുടെ കൂടെ വരാൻ പോകുന്നു എന്ന് BJP പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കാണ് വിക്രമാദിത്യ സിംഗ് മന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെച്ചത്. വിക്രമാദിത്യ സിംഗ് അത്ര പെട്ടെന്ന് BJP-യിൽ പോകുമോ എന്ന കാര്യത്തിൽ അത് അടുത്ത ദിവസങ്ങളിൽ നമുക്കറിയാനുള്ള കാര്യമാണ്. കാര്യം, വീരഭദ്ര സിംഗിൻ്റെ, ഹിമാചൽ പ്രദേശ് കണ്ട വലിയ നേതാവിൻ്റെ, ഒരുപാട് കാലം മുഖ്യമന്ത്രിയായിരുന്ന നേതാവിൻ്റെ മകനാണ്, ഇപ്പോഴത്തെ PCC അധ്യക്ഷ പ്രതിഭാ സിംഗിൻ്റെ മകനാണ്. അപ്പോൾ അതുകൊണ്ട് BJP-യിൽ പോകുമോ ഇല്ലയോ എന്നൊക്കെയുള്ള ചോദ്യം നിൽക്കുന്നുണ്ട്. ഞാൻ ജനങ്ങളോട് ആലോചിച്ച് ചെയ്യാമെന്നൊക്കെ പറയുന്നു. പക്ഷേ പ്രതിസന്ധിയിലാണ് കോൺഗ്രസ്. എങ്ങനെ മറികടക്കുന്നുള്ള പ്രശ്നമാണ്. ഇതിൽ BJP-യുമായി എത്രത്തോളം ഈ വിമത MLA-മാർ, പ്രത്യേകിച്ച് വിക്രമാദിത്യ സിംഗിനും പ്രതിഭാ സിംഗിനും യോജിച്ചു പോകാൻ കഴിയുമെന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. വീരഭദ്ര സിംഗിൻ്റെ മകളുടെ കല്യാണത്തിൻ്റെ അന്ന് അവിടെ റെയ്ഡ് നടത്തിയ ഒരു സർക്കാരാണ് കേന്ദ്രത്തിലിരിക്കുന്നത്, അല്ലെങ്കിൽ BJP-യുടെ സർക്കാർ. അപ്പോൾ എത്രത്തോളം അവർക്ക് അവരുമായി ചേർന്ന് പോകാൻ കഴിയുമെന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. പിന്നെ അനൂപ് പറഞ്ഞ പോലെ ഇവരെ സംരക്ഷിച്ച് കഴിഞ്ഞ 24 മണിക്കൂർ നിർത്തിയിരിക്കുന്നത് BJP-ആണ്. മാത്രമല്ല, ഇപ്പോൾ കോൺഗ്രസിന് ചെയ്യാൻ കഴിയുന്നത് ഈ 6 MLA-മാരെ അയോഗ്യരാക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങുന്നു. കോൺഗ്രസിന് എത്രത്തോളം ഉറപ്പുണ്ട് ഇന്നത്തെ സാഹചര്യം അറിയുന്നത്? ഇന്ന് ബജറ്റ് അവതരിപ്പിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. ഈ ബജറ്റ് BJP ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാൻ പോവുകയാണ്. ബജറ്റ് പാസ്സായിട്ടില്ലെങ്കിൽ സർക്കാരിൻ്റെ നിലനിൽപ്പ് അപകടത്തിലാവും. അതുകൊണ്ട് ബജറ്റിലും വോട്ടെടുപ്പ് വേണമെന്നാണ് BJP ആവശ്യപ്പെടുന്ന ഒരു കാര്യം. എന്നാൽ BJP അംഗങ്ങളെ സഭയ്ക്ക് പുറത്താക്കി ബജറ്റ് പാസ്സാക്കാനുള്ള ഒരു രാഷ്ട്രീയ തന്ത്രം കോൺഗ്രസ് മെനയുന്നുണ്ട്. ഇതിലൊക്കെ ഉള്ള ഒരു കുഴപ്പം എന്തെന്ന് വെച്ചാൽ, ഈ വീരഭദ്ര സിംഗിൻ്റെ മകൻ വിക്രമാദിത്യ സിംഗ് ഉടനെ അങ്ങ് BJP-യിൽ പോകാനുള്ള സാധ്യത കുറവാണ്. അത് മന്ത്രിസ്ഥാനത്ത് നിന്ന് ഞാൻ രാജിവെക്കുന്നുള്ളൂ, ഞാൻ MLA സ്ഥാനത്ത് നിന്ന് രാജിവെക്കുന്നു അദ്ദേഹം പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സാധ്യത കുറവാണ്. പക്ഷേ BJP വളരെ കൃത്യമായി ഇടപെടുന്നുണ്ട്. ഈ അസ്വസ്ഥരായ ആളുകൾക്ക് പുറമെ കേസുകളുള്ള ആളുകളെ കൃത്യമായി നിരീക്ഷിച്ച് അവരെ ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്ന് കോൺഗ്രസ് തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് അടുത്ത ദിവസങ്ങൾ
കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തെ സംബന്ധിച്ച് ഹിമാചൽ പ്രദേശ് ഒരു വലിയ ടാസ്ക് ആയിരിക്കും. ഒരു അല്ല, ബി ജെ പി ഇപ്പോൾ പറയുന്നത് സ്വന്തം പാളയത്തിൻ്റെ അകത്ത ഒരു പ്രശ്നത്തിൽ ഞങ്ങൾക്ക് കാര്യമില്ല. ആ ഒരു സാഹചര്യം ബി ജെ പി ഒരു കൈയകലം പാലിച്ചു നിൽക്കുന്നു എന്നുള്ള ഉറപ്പില്ലാത്തൊരു സാഹചര്യം ബി ജെ പിക്കുമുണ്ടോ? അതായത് ഈ 6 പേരും ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു നിലപാട്, അതായത് പാർട്ടിയോടല്ല പ്രശ്നം മുഖ്യമന്ത്രിയോടാണ് എന്നുള്ളത്. ഒന്നത്. 2, ഈ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ സുഖു ഒരു ഗാന്ധി കുടുംബത്തിൻ്റെ നോമിനിയായിരുന്നു. ഒരുപക്ഷെ പ്രതിഭാ സിംഗിനോ അല്ലെങ്കിൽ വിക്രമാദിത്യ സിംഗിനോ ലഭിക്കേണ്ടിയിരുന്ന മുഖ്യമന്ത്രി പദം കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യം വന്നതാണ് അവിടുത്തെ ഇപ്പോഴത്തെ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ എന്ന് പറയാൻ കഴിയുമോ? ഈ യഥാർത്ഥത്തിൽ പ്രതിഭാ സിംഗിന് മുഖ്യമന്ത്രിയാകാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നു. മകൻ വിക്രമാദിത്യ സിംഗിനും ഉണ്ടായിരുന്നു. പക്ഷേ അത് പരിഹരിച്ചത് പ്രതിഭാ സിംഗിനെ PCC അധ്യക്ഷയായിട്ട് തന്നെ തുടരാൻ അനുവദിക്കുകയാണ്. അതിൻ്റെ കൂടെ ദേശീയ തലത്തിൽ പോസ്റ്റ് നൽകുമെന്ന് പറഞ്ഞു. വിക്രമാദിത്യ സിംഗിനെ പൊതുമരാമത്ത് മന്ത്രിയാക്കുന്നു. ഇതാണ് താൽക്കാലിക ഫോർമുലയ്ക്ക് കൊണ്ടുവന്നത്. ആദ്യഘട്ടത്തിൽ ഇത് അംഗീകരിച്ചുവെങ്കിലും സുഖ്വീന്ദർ സിംഗ് സുഖു ഇവരെയൊന്നും കാര്യമായി പരിഗണിക്കാതെ സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോയി എന്നൊരു വിഷയമുണ്ട്. ഇതാണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തത്, ഈ അനുരാഗ് ഠാക്കൂർ പറയുന്നത് ആ നിലയിൽ വലിയ കാര്യമായിട്ട് എടുക്കേണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നേരത്തെ മഹാരാഷ്ട്രയിൽ ഷിൻഡെ വിഭാഗം അപ്പുറത്ത് പോയി അസമിൽ അവർ റിസോർട്ടിലൊക്കെ കഴിഞ്ഞപ്പോഴും അത് ഞങ്ങൾക്കറിയില്ല, അത് അവർക്കിടയിലെ പ്രശ്നം എന്നാണ് പറഞ്ഞത്. പക്ഷേ മുഴുവൻ ഓപ്പറേഷൻ എന്നുള്ളത് ഒരു പുതിയ വാക്കാണ്. യഥാർത്ഥത്തിൽ ഈ അട്ടിമറി നീക്കമെല്ലാം നടത്തിയത് BJP ആണെന്നുള്ളത് പരസ്യമായിട്ടുള്ളൊരു രഹസ്യമാണ്. അല്ല, ഇപ്പോൾ സമാനമായ സാഹചര്യം ഉത്തർപ്രദേശിലും കഴിഞ്ഞ ദിവസം ഉണ്ടായി. സമാജ്വാദി പാർട്ടിയുടെ ഏകദേശം 10ഓളം MLA മാർ കൂറുമാറി വോട്ട് ചെയ്യുന്നു. BJP നിർത്തിയ 8ാമത്തെ സ്ഥാനാർത്ഥി രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നു. SP-യുടെ ഒരു സ്ഥാനാർത്ഥി പരാജയപ്പെടുന്നു. അപ്പോൾ ഇത് ഒരു പ്രതിപക്ഷം ഒരു വലിയ ഒരു ഐക്യ കൂട്ടായ്മയായി ഇന്ത്യ സഖ്യം എന്നുള്ള നിലയ്ക്ക് മുന്നോട്ട് വരുമ്പോഴും ഒറ്റയ്ക്കൊറ്റയ്ക്ക് അവരെ നേരിട്ട് കൊണ്ട് BJP അവരെ തകർക്കാനുള്ള അല്ലെങ്കിൽ ഈ സഖ്യത്തെ തന്നെ ഒരു പൊളിച്ചെടുക്കാനുള്ള ഒരു നീക്കം ഇതിൻ്റെ പിന്നിലുണ്ടോ? ഉറപ്പായിട്ടുണ്ട്. നമ്മളിത് ഹിമാചലിൽ മാത്രം കാണുന്നില്ല. ഇപ്പം ബസ്ന്ന് തന്നെ പറഞ്ഞ ഈ UP-യിൽ കണ്ടു. UP-യിൽ കോൺഗ്രസ് MLA-മാർ BSP MLA വോട്ട് ചെയ്യുന്നു. അതിനപ്പുറത്തേക്ക് ബീഹാറിൽ നോക്കൂ. ബീഹാറിൽ നിന്ന് 2 കോൺഗ്രസ് MLA-മാരും ഒരു RJD MLA-യും BJP-യിൽ പോയി ചേർന്നു. മഹാരാഷ്ട്രയിൽ നോക്കൂ. മഹാരാഷ്ട്രയിൽ കോൺഗ്രസിൻ്റെ വർക്കിംഗ് പ്രസിഡന്റാണ്, മുൻ മന്ത്രിയാണ് ഇന്നലെ BJP ചേർന്നത്. കഴിഞ്ഞ ആഴ്ചകളിൽ അശോക് ചവാനെ പോലുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ BJP-യിൽ പോയി. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ കഴിഞ്ഞ ദിവസം ഇവിടെ തമിഴ്നാട്ടിലൊരു MLA, ആ MLA കോൺഗ്രസ് MLA BJP ചേരുന്നു. എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് സംഭവിക്കുന്നുണ്ട്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് കോൺഗ്രസിനെ ഇന്ത്യ സഖ്യത്തെ പരമാവധി ശോഷിപ്പിക്കുക എന്ന തന്ത്രം BJP പറ്റുന്ന കാര്യത്തിൽ തർക്കമില്ല.